ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ.വി. അബ്ദുൽ നാസർ നിർമ്മിച്ച ദിലീപ് നാരായണൻ സംവിധാനം ചെയ്ത ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ദി കേസ് ഡയറി ഓഗസ്റ്റ് 21-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അഷ്കർ സൗദാനാണ് നായക കഥാപാത്രമായി എത്തുന്നത്. നടൻ വിജയരാഘവൻ മികച്ച ഒരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. ക്രൈം നമ്പർ 303/2018 അജു മർഡർ കേസ് അതിന്റെ തിരക്കഥ മുഴുവനും വേണം. So what next? പുതിയൊരു ചെക്കനാച്ചാൻ വന്ന് ചാർജ് എടുത്ത് കേടലടോ. എന്താ അവന്റെ പേര്? ക്രിസ്റ്റി സാം, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ അവന്റെ അപ്പൻ സാം കോശി. മലയാള സിനിമാ പ്രേക്ഷകർക്ക് മികച്ച ചിത്രങ്ങൾ നൽകിയ ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ.വി. അബ്ദുൽ നാസർ നിർമ്മിച്ച അടുത്ത ചിത്രവും പുറത്തിറങ്ങുകയാണ്. ദിലീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച ദി കേസ് ഡയറിയുടെ ട്രെയിലർ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ജനപ്രിയ നായകൻ ദിലീപ് പുറത്തിറക്കി. ആരാധകരെ ത്രസിപ്പിക്കുന്ന മാസ് ആക്ഷൻ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. എ.കെ. സന്തോഷ് തിരക്കഥയിൽ ദി കേസ് ഡയറിയുടെ ഛായാഗ്രഹണം പി. സുകുമാർ ISC ആണ് നിർവഹിച്ചിരിക്കുന്നത്. ലിജോ പോൾ ആണ് എഡിറ്റർ. പശ്ചാത്തല സംഗീതം പ്രകാശ് അലക്സ്, വിവേക് വടശ്ശേരി, ഷമീം കൊച്ചന്നൂർ എന്നിവരുടേതാണ് കഥ. ചിത്രം മികച്ച കഥ പറയുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് അഭിനേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്ന മലപ്പുറം തിരൂര് അല്ലേ, അപ്പം ഞാൻ എല്ലാവരോടും നന്ദി ആദ്യം പറയുകയാണ്. അവരിപ്പം അക്ബർ ഗ്രൂപ്പിലെ എല്ലാ ടീം അംഗങ്ങളോടും ഞങ്ങൾ നന്ദി പറയണം. കാരണം ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അക്ബർ ഗ്രൂപ്പിലെല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബെൻസി പ്രൊഡക്ഷൻസിലെ കെ.വി. അബ്ദുൽ നാസർ ബോസ്, അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റിനി മെഹ്റം, റാഷിദ്, നസീം, അത് ഒരുപാട് പേരുണ്ട്. അത് എല്ലാ ടീമിനോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ സിനിമ കേസ് ഡയറി 21-ാം തീയതി റിലീസാണ്. അപ്പം ഞങ്ങൾക്ക് അതിന് വേദി ഒരുക്കി തന്ന ബോസിനോട് തന്നെ നന്ദി പറയുക. നന്ദി മാത്രമേ ഉള്ളില്ല, ഒരുപാട് നന്ദി. ഈ ഒരു സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശാലിനി എന്ന് ആണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രാഹുൽ മാധവിൻ്റെ പേരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ 2 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണിത്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഞങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് കാണാൻ കഴിയും. ഇന്ന് അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട്, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ചിട്ട് നമ്മളൊരു ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ്, പാട്ട്, സസ്പെൻസ് അത്രയും ത്രില്ലിംഗ് ആയിട്ട് പോണ ഒരു മൂവിയാണിത്. ഇതെന്തായാലും നമുക്ക് അത്രയും ക്ലൈമാക്സ് ഒന്നും ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്ക്രിപ്റ്റിൻ്റെ ബലാണ്. അത് സന്തോഷം അത്രയും കഷ്ടപ്പെട്ട് അത് ആ സിനിമയുടെ നമ്മൾ വിചാരിക്കില്ല അത്രയും ഭംഗിയായിട്ടുള്ള നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും സിനിമ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ പടമായിട്ട് പറയല്ല, അത് മൊത്തത്തിൽ ഇപ്പോൾ ഈ ട്രെയിലർ ഇറങ്ങി, ട്രെയിലറിനും വമ്പൻ റിവ്യൂവിന് കിട്ടണം. നല്ല റിപ്പോർട്ടിന് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. തിയേറ്ററുകൾ ഇപ്പം നമുക്ക് ഒന്നുകൂടി കൂടി കിട്ടി. ട്രെയിലർ ഇറങ്ങിയിട്ട് കൂടിയിട്ട് എല്ലാവരും ഇപ്പോൾ 100 തിയേറ്ററിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ്. സി. ക്രിസ്റ്റി സാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് അഷ്കർ സൗദാൻ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഒരു കേസ് അന്വേഷണത്തിനിടയിൽ ക്രിസ്റ്റി സാമിന് കിട്ടുന്ന ചില വിവരങ്ങൾ മറ്റൊരു കേസിലേക്ക് എത്തിക്കുന്നു. തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയായി മാറുന്ന കേസിൽ ക്രിസ്റ്റി നടത്തുന്ന അന്വേഷണത്തിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അഷ്കർ എന്ന് പറയുന്ന ഒരു പുതിയ നായകൻ നമ്മളിലേക്ക് വരികയാണ്. അത് വളരെ ശക്തമായ ഒരു പോലീസ് കഥാപാത്രത്തിലൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. രാഹുൽ മാധവ്, റിയാസ് ഖാൻ, സാക്ഷി അഗർവാൾ, നീരജ, അമീർ നിയാസ്, ഗോകുലൻ, കിച്ചു ടെല്ലസ്, ബാലാമേഘനാഥൻ, ബിജുക്കുട്ടൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. വിഷ്ണു മോഹൻ സിതാര, മധു ബാലകൃഷ്ണൻ, അഷ്റഫ് മഞ്ചേരി, ഫോർ മ്യൂസിക് എന്നിവർ സംഗീതം നൽകുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ഹരിനാരായണൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, എസ് രമേശൻ നായർ, ഡോക്ടർ മധു വാസുദേവൻ, ബിബി എൽദോസ് എന്നിവരാണ്. KS ചിത്ര, വിനീത് ശ്രീനിവാസൻ, മധു ബാലകൃഷ്ണൻ, ജോത്സ്ന, വിഷ്ണു, സിത്താര, അസ്മ കൂട്ടായി, ബോബി എൽദോസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. അനീഷ് പെരുമ്പിലാവാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. NC വിനൂസ് പൊന്നാനി.